അപ്പൊ നമ്മൾ പാലക്കാട് എത്തി. അച്ചൂട്ട എത്തിയില്ലേ? ഹാപ്പി? ഉറങ്ങി നന്നായിട്ട് വണ്ടിയിൽ സുഖമായിട്ട് ഉറങ്ങിയോ? ഇനി നമ്മൾ എങ്ങോട്ട് പോണേ പറയും? രണ്ട് വഴി. ഓക്കെ. നമ്മൾ പുലർച്ചെ 4-4:30 ആയപ്പോഴേക്കും പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ കല്ലുവഴിക്ക് ബസ് പിടിച്ച് നമുക്ക് വീട്ടിലേക്ക് എത്തണം. അർജുനായിട്ട് ഇത്തിരി ഇന്ന് ലേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേഗം സ്റ്റാൻഡിലേക്ക് എത്തണം. 1-2 മണിക്കൂർ കൂടുമ്പോഴൊക്കെ ബസ്സുള്ളൂ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നത്. അതിപ്പം ചിലപ്പോൾ പോയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. നമുക്കിനി കിട്ടുമോയെന്ന് അറിയില്ല. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ബസ്സും കിട്ടിയതാണ്. നമ്മൾ മംഗലാംകുന്ന് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് വേറൊരു ബസ് പിടിച്ചിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് എത്താൻ. അവൻ്റെ അച്ഛമ്മ അവനെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് തന്നെ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. നമ്മളൊരു 6 മാസം കൂടുമ്പോൾ ഇങ്ങോട്ട് വരാറുണ്ടെങ്കിലും അവൻ ഈ സ്ഥലങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ വീണ്ടും എക്സൈറ്റ്മെൻ്റ് ആണ്. എന്തൊക്കെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയണം കേട്ടോ പുള്ളിക്കാരന്. പരിങ്ങി കുറേ നേരം ഹോളിൽ തന്നെ നിന്നു കേട്ടോ. പോണോ വേണ്ടേ, അകത്തേക്ക് കയറണോ വേണ്ടേ എന്നൊക്കെ നോക്കി നിൽക്കുകയാണ്. അച്ഛനാണെങ്കിൽ രാവിലെ തന്നെ വളപ്പിലേക്ക് ഇറങ്ങും കേട്ടോ. അതുകൊണ്ടാണ് അച്ഛൻ ഈ വീഡിയോ ക്ലിപ്പിലൊന്നും ഇല്ലാത്തത്. അർജുനയുടെ നാട്ടിലെത്തി ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ നേരെ ഇറങ്ങുന്നത് തൊടിയിലേക്കായിരിക്കും കേട്ടോ. എല്ലാത്തിനും ഒരു കണക്കാണ്. എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ട്, എത്ര ചെടിയായിനോ, എത്ര കായ്ച്ചണോ ഒക്കെ കണക്കാ. പിന്നെ വേഗം തന്നെ പോയി ഒരു ഇളനീരൊക്കെ ഇട്ട് നമ്മൾ കുടിച്ചു കേട്ടോ. അർജുനേട്ടാ അവൻ അങ്ങനെ കുടിക്കാൻ പറ്റില്ലേ? എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കണ്ണാ? എന്താ ആന്ന് പറഞ്ഞ? ആ എന്താ അതിന്റെ അർത്ഥം? കൊള്ളാന്നാണോ കൊള്ളില്ലാന്നാണോ? എടാ അച്ചു, ഈ സമയത്താണ് നീ ഓർക്കേണ്ടത്. ഷെയറിങ് ഈസ് ഒരു 10-10:30 10:45 ആയപ്പോഴേക്കും നമ്മൾ കറങ്ങാൻ ഇറങ്ങിട്ടോ വീട്ടിൽ നിന്ന്. ശരി ടാച്ചാ. പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏത് കോർണറിലേക്ക് നോക്കിയാലും ഒരു സീനിയറിയാണ്. മനസ്സിൽ ഇനി എത്ര വലിയ ഭാരം ഉണ്ടെങ്കിലും എന്താ ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ മനസ്സങ്ങോട്ട് വല്ലാണ്ട് റിലാക്സ്ഡ് ആയി പോകില്ലേ തനിയെ തന്നെ. ഒരു വളഞ്ഞുള്ള ഒരു റോഡിൻ്റെ 2 സൈഡിലും നല്ല നെൽകൃഷികൾ. ഹാ എന്ത് രസാ നോക്കൂ. ഞാൻ കഴിഞ്ഞൊരു ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സിനിമാ നടൻ പിഷാരടിൻ്റെ തറവാട്ടിക്കാണ് കേട്ടോ പോകുന്നത്. ഭാഗ്യയിൽ നമ്മുടെ ഒരു അകന്ന ബന്ധുവായിട്ടൊക്കെ വരും കേട്ടോ. അവരുടെ തറവാട് അമ്പലത്തിൽ ഒരു ദേവപ്രശ്നം നടക്കുന്നുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടും അതിലൊരു ഭാഗമാവാനും വേണ്ടിയിട്ട് നമ്മൾ പോയതാണ് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞ ആ തറവാട് അമ്പലം എന്താ ഇതാണ്. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഉച്ചയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്പലമൊക്കെ അടച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ചുറ്റിലൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ച് ഇവിടെ ഒരു മുതലക്കുളം ഉണ്ടെന്നും പറഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും അതൊന്ന് പോയി കാണാമെന്നുള്ള തീരുമാനത്തിലാണ്. അവനെ സൂക്ഷിക്കണേ. മുതലുണ്ട് എന്നല്ലേ പറഞ്ഞേ? കുഞ്ഞാ നോക്കണ്ട. എന്താ തുടർന്ന് ഇതോടെ കുറച്ച് നേരമൊക്കെ അവിടെ കേട്ടിരുന്നു. പിന്നെ നമ്മുടെ തലേൻ്റെ മുകളിൽ കൂടെയാണ് ആ പറയുന്ന കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ വേഗം വിട്ടു കേട്ടോ. നല്ല നട്ടുച്ച നേരമായതുകൊണ്ട് തന്നെ വയറും ഒരു ഇത്തിരി പ്രശ്നമാക്കി തുടങ്ങിയിരുന്നു കേട്ടോ. വിശന്നിട്ട് നമുക്ക് നല്ല നാടൻ ഊണ് കഴിക്കാനായിരുന്നു കേട്ടോ മോഹം. അങ്ങനെ ഹോട്ടലും തപ്പി ഇറങ്ങിയപ്പോഴാണ് ദേണ്ടടാ നമ്മുടെ കല്യാണം നടന്ന ഓഡിറ്റോറിയം. മനസ്സിലായോ? അച്ചു
നമ്മൾ ഏതിലെ പോണേ? ഏയില് റൂപ്പ് വേയില് പോവാണോ? എന്തൊക്കെ? ആ പിന്നെ പിന്നെ അവിടെ നോക്കിട്ട് പറ. ഡാം കാണാം, മരങ്ങള് കാണാം, പാർക്ക് കാണാം. ചോറും കഴിച്ച് വയറിനെയും സെറ്റാക്കി നമ്മൾ നേരെ വിട്ടത് മലമ്പുഴയ്ക്കാണ്. ഈ കാലത്ത് എപ്പോഴും മലമ്പുഴയിലേക്ക് വന്നത് ഓർക്കുന്നുണ്ടെങ്കിലും പക്ഷേ റോപ്പ് വേയിൽ കയറിയ ഓർമ്മ എനിക്ക് എവിടെയില്ല കേട്ടോ. അപ്പം ഞാനിത് പറഞ്ഞതും അർജുനേട്ടൻ നേരെ നമ്മളെ റോപ്പ് വേയിൽ കയറ്റിയെ. പക്ഷെ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇതിൽ കയറുമ്പോൾ. ആ വള്ളിയോറ്റം പൊട്ടി നമ്മൾ താഴേക്ക് എത്തുമെന്നായിരുന്നു എൻ്റെ ആകെ മൊത്തമുള്ള ഒരു പേടി കേട്ടോ. ഡാം തുറന്നു വിട്ട സമയമാണെങ്കിൽ ഇതാ ഈ കാണുന്ന സ്ഥലത്ത് കൂടെ വെള്ളം കുത്തി ഒലിച്ച് താഴേക്ക് ഇറങ്ങി വരെ. കേരളത്തിൽ വേറെ എവിടെയൊക്കെ റോപ്പ് വേ ഉണ്ടെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. മലമ്പുഴയിൽ ആകെ നമ്മൾ റോപ്പ് വേ മാത്രമേ കയറിയുള്ളൂ. പാർക്കിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ നിന്നില്ല. കാരണം നമ്മൾ ഈ റോപ്പ് വേയിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാമായിരുന്നു താഴെ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് അറിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ നേരെ വിട്ടത് കവയ്ക്കാണേ. ഇങ്ങോട്ടൊക്കെ വിളിക്ക്, ഹായ് പറയും. ഈ കവ എന്ന് പറയുന്നത് മലമ്പുഴേൻ്റെ അപ്പുറത്തെ അറ്റാണ് കേട്ടോ. അതായത് റിസർവെയറിൻ്റെ അപ്പുറത്തെ അറ്റം. അപ്പോൾ വെള്ളം കെട്ടി നിന്ന് നമ്മുടെ ഒരു പുഴേൻ്റെ സൈഡിലൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീലാണ് അവിടെ പോകുമ്പോൾ. അർജുനേട്ടൻ ഇവിടെ ധോണിയിൽ പഠിക്കുന്ന സമയത്ത് ഈ കവ എന്ന് പറയുന്നൊന്നും ഒട്ടും ഫേമസ് അല്ലാത്തൊരു സ്ഥലമായിരുന്നു അത്രേ. അതായത് വളരെ പ്രൈവറ്റ് ആയിട്ട് കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഇത്രയും പേർക്ക് ഈ കവ എന്ന് പറയുന്ന സ്ഥലം അറിയുന്നതും പോയി ഇത്രയും തിരക്കും ഒക്കെ. അച്ചു വാ, അച്ചു ഞങ്ങൾ പോവാണ്. അർജുട്ടാ എന്താ എത്ര സർപ്രൈസ്? ഇവനെ പിടിക്കൂ, ഇവനെ പിടിക്കൂ. അവന് കയറാൻ പറ്റുമോ? ഈ നമ്മൾ കാടൊക്കെ താണ്ടി നടന്നു പോകുന്നതേ നല്ലൊരു സീനറിയിലേക്കാണ് കേട്ടോ. എനിക്കറിയില്ല ഫോണിൽ എനിക്ക് എത്ര തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് മസ്റ്റ് വിസിറ്റാണ്. അവനെ സൂക്ഷിക്കണേ. ഇതാണ്ടടാ ദൂരെ അർജേട്ടാ കാറ് നിർത്തിയിട്ടേക്കുന്നു. അതാ ദൂരെ നമുക്ക് അക്കരെ ഉണ്ടോ. ഇവിടുത്തെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ റിസർവയർ ആണെങ്കിൽ മറ്റേ സൈഡിൽ പാറക്കെട്ടുകളാണ്. അപ്പോൾ അതിൽ നിറയെ ഉറവുകൾ ഉണ്ടാവും. അതുപോലെ ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ ഒരുപാടുണ്ടാവും കേട്ടോ മറ്റേ സൈഡിൽ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥലത്തെത്തിയപ്പോഴേക്കും അച്ചുവിനും അതിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു. കാരണം കുറേ കുട്ടികൾ അവിടെ നിന്ന് കുളിക്കുകയായിരുന്നേ. അത് കണ്ടപ്പോഴേക്കും ഇവന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇവന് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഡയറക്റ്റ് പോയി നിൽക്കാൻ നല്ല പേടിയുണ്ട്. കാരണം ഇവന് തലയിലേക്ക് ഡയറക്റ്റ് വെള്ളം വീഴുന്ന ഇഷ്ടമല്ല. അച്ഛൻ ഇങ്ങോട്ട് നോക്കോ, ശരിക്കും പ്രിയേ, ഇനി നീ കാണാൻ പോകുന്നതാണ് സ്വർഗം. പോത്തുണ്ടാവോ? താഴെ വീണ പോത്തിനെ പോലെ ഉണ്ടാവും.
എല്ലാം സേഫായിട്ട് അവിടെ എത്തിക്കേണ്ടത് അർജുനന്റെ ചുമതലയാണ്. ഇനിയും എത്തിക്കോ? നമ്മളെ മനസ്സിലൊക്കെ ഉരുക്കൂട്ടി വെച്ചൊരു സ്വർഗത്തിൻ്റെ സ്വപ്നമല്ലേ, അത് നമുക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും. അതാണ് ഈ ഒരു സ്ഥലം കാണുമ്പോൾ എനിക്കും തോന്നിയത് കേട്ടോ. ഈ സ്വർഗത്തിൻ്റെ ഒരേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നിറയെ ചേറും ചെളിയാണ്. അതുകൊണ്ട് തന്നെ വണ്ടി എടുത്ത് പോകാമെന്നുള്ള അതിമോഹം നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ കാൽനട യാത്രയിലേക്ക് മാറി. പണിയാവും. ചളി വെള്ളത്തിൽ അച്ചുവിൻ്റെ വക 2 ഡാൻസ് സ്റ്റെപ്പ്, അത് നമുക്ക് നിർബന്ധ. കാലിൽ പുണ്ണ് വരട്ടെ അച്ഛൻ. അവൻ്റെ അർജേട്ടാ താമം വരുന്നു, പിടിക്കൂ. പൂന്ത അവനെ പിടിക്കൂ. കാല് പൂന്തുണ്ടല്ലോ അർജേട്ടാ. ഒരു സൈഡിൽ റിസർവെയർ, അതേ സമയത്ത് അപ്പുറത്തെ സൈഡിൽ നല്ല വലിയ വലിയ മലകൾ. അല്ല കവയ്ക്ക് ടാറ്റ പറയൂ, ടാറ്റ പറയൂ, പിന്നെ വരാ പറയൂ, ഇനി കാണാൻ പറയൂ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡേ അവസാനിപ്പിച്ചത് മംഗലാംകുന്ന് എലിഫൻറ്റ് കാസിലും കൂടി കയറിയിട്ടാണ് കേട്ടോ. കുറേ ആനകൾ ഉണ്ടായതാണ്, ഇപ്പോൾ ഇതാ കുറഞ്ഞതാ ഒരു 10 എണ്ണത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഒരു പുതിയ വ്ളോഗിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.